ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുത്തത്. ആദ്യമായിട്ട് ഫേസ് ചെയ്തത് ആറ്റുകാൽ പൊങ്കാലയാണ്. അതിനെ തകർക്കാനായിട്ട് CPM പല പണിയും നോക്കി. പക്ഷെ അതെല്ലാം BJP തന്നെ തകർത്തു കൊടുത്തു. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ BV രാജേഷ് പറഞ്ഞതാണ് വിളക്കിൻ്റെ ഒരു അഴിമതി കേസ് പറഞ്ഞു. ഇനി അതായത് കോർപ്പറേഷനിൽ LDFിൻ്റെ ഭരണത്തിൽ ഒരു അഴിമതി തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും അത് വിളക്കെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളക്ക് ചെറിയൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വിളക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി തന്നെ എല്ലാ ഉദ്യോഗസ്ഥരെയും അല്ല പറയണം, പല ഉദ്യോഗസ്ഥരും പിന്തുണയോടുകൂടി പല കാര്യങ്ങളും അവിടെ പല അഴിമതികളും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരും, അതിൽ യാതൊരു സംശയവുമില്ല. പല ഫയലുകളും ഒക്കെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയിലോട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മളെന്തായാലും അത് പുറത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഒരു മാറ്റം കോർപ്പറേഷനിൽ വന്നു തുടങ്ങി എന്ന് പറഞ്ഞു. കാരണം പണ്ടൊക്കെ ഇപ്പം ആര്യ രാജേന്ദ്രൻ ഇടയ്ക്ക് ഭരിച്ചിരുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ജനങ്ങളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു മൊത്തത്തിലൊരു മാറ്റം വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളോടും സൂചിപ്പിക്കാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ അതിലൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു നഗരസഭയിൽ ഒരു വ്യക്തി വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തി കൊടുക്കേണ്ടത്, അവരോടൊപ്പം എങ്ങനെ നിൽക്കേണ്ടതെന്ന് ഓരോ ജനപ്രതിനിധികൾക്കും അവിടെ അറിയാം. അവർ ആരും പൊട്ടിമുളച്ച് വന്നവരല്ല, കഷ്ടപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിച്ചിറങ്ങി വന്നവരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ വരുന്ന ഓരോ ആളുകളോടും പെരുമാറുന്നതും ഒക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതൊക്കെ തന്നെ. ഇനി ഇപ്പോൾ ഇലക്ഷനാണ് നടക്കുന്നത്. ഇതിൽ 4 A ക്ലാസ് മണ്ഡലങ്ങൾ BJP കാണുന്നുണ്ട്. അതിൽ വിജയ ശതമാനം കൂടുതലുണ്ടാകുമെന്ന് ഇപ്പം നമുക്കറിയാം. ഏതൊരു സ്ഥലത്തെയും ഒരു പ്രധാന ഒരു വാർത്താ ചാനൽ എന്ന് പറയുന്നത് ഒരു ചായക്കടയായിരിക്കും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് BJPക്കാണ് വോട്ട്, കാരണം ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 4 A ക്ലാസ് മണ്ഡലങ്ങൾ ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. നമുക്ക് ഓരോ താഴ്ത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇലക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ ഓരോ ആളുകളും പറയുന്നത് BJP തന്നെ ഭരണത്തിൽ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ 4 നിയോജക മണ്ഡലം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ കയ്യിലോട്ട് തന്നെ തരും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ശബരിമല എടുത്തു കഴിഞ്ഞാൽ അവസാന നിമിഷം പിണറായി വിജയൻ ഒന്ന് U-ടേൺ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ യുവതികൾക്ക് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ് പറയുന്നത്. അതൊരു കണ്ണിലൊരു പുക ഇടാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളാണെന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും.